നമ്മോടൊപ്പം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ കൂടിയുണ്ട്. എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു ക്രമീകരണങ്ങളൊക്കെ? വലിയ തിരക്കാണ്, അതിനോടൊപ്പം തന്നെ ഉള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത്തരം ഒരു തിരക്ക് ഞങ്ങൾ വളരെ മുൻകൂട്ടി തന്നെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം കഴിഞ്ഞ ഒരാഴ്ചയിലധികമായിട്ട് ഈ രീതിയിലുള്ള ഒരു ഭക്തജനങ്ങളുടെ പ്രവാഹമാണ് ഗുരുവായൂരിലേക്ക് എത്തിച്ചേരുന്നത്. എല്ലാവരും കുടുംബസമേതമാണ് ഇപ്പോൾ ഗുരുവായൂരിലേക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നിത്യം കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച. അതുകൊണ്ട് തന്നെ വിഷുവിന് പതിവിലേറെ തിരക്കുണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ തിരക്കുകളിൽ ഭക്തജനങ്ങൾക്ക് സുഗമമായിട്ടുള്ള ദർശനത്തിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ഗുരുവായൂർ ദേവസ്വം വളരെ മുൻകൂട്ടി തന്നെ ആലോചിച്ച് ചെയ്തിട്ടുണ്ട്. ഭക്തജനങ്ങളോട് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, അവർ വളരെ ആശ്വാസത്തോടുകൂടി വളരെ സമാധാനത്തോടുകൂടി ദർശനത്തിനുള്ള സൗകര്യങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. മാഷിൻ്റെ വിഷു ആഘോഷങ്ങളൊക്കെ ഏതുവരെ എത്തി? എങ്ങനെയാണ് ആഘോഷങ്ങളൊക്കെ? ഇന്ന് രാവിലെ എഴുന്നേറ്റ് വിഷുക്കണി ദർശനം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഈ അമ്പലവും പരിസരത്തും ഉള്ളതായിരിക്കുന്ന ഭക്തജനങ്ങളുടെ സൗകര്യങ്ങളൊക്കെ എല്ലായിടത്തും പോയി ആഘോഷിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് വിഷു ആഘോഷമില്ല ഈ വർഷമെങ്കിലും ഗുരുവായൂരിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വിഷു ആഘോഷിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ്. ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നത് വരെ എല്ലാവർക്കും ഇവിടെ തൊഴാനെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും